ഫറൂഖ് കോളേജിനെതിരെ വഖഫ് സംരക്ഷണ സമിതി രംഗത്ത്. മുനമ്പം ഭൂമി നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയത് ഫറൂഖ് കോളേജാണ്. വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ ഇതാണ് കാരണം. പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും സമിതി ആരോപിക്കുന്നു. മുഹമ്മദ് ഷഹീദ് നൽകും വിവരങ്ങൾ. ഷഹീദ്, വഖഫിൽ ഫറൂഖ് കോളേജിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയ ആളുകൾ അവരാണ് ഈ രീതിയിലൊക്കെ തന്നെ സമരം ചെയ്യുകയും മുനമ്പത്തെ വിഷയം കൂടുതലായി വഷളാകുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പുതുതായി വഖഫ് സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ്? ലീഗിന്റെ നിലപാടടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണോ ഇപ്പോൾ പ്രതികരണം വരുന്നത്? പ്രതീക്ഷ, തീർച്ചയായും മുനമ്പത്തെ വിവാദമായ വഖഫ് ഭൂമിയിൽ ഫറൂഖ് കോളേജ്, കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ പ്രതിക്കൂട്ടിലെത്തുകയാണ് വഖഫ് സംരക്ഷണ സമിതി. കോഴിക്കോട് കേന്ദ്രമായി കുറച്ചു കാലങ്ങളായി പ്രവർത്തിക്കുന്ന വഖഫ് സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വഖഫ് സംരക്ഷണ സമിതി. അവർ ചൂണ്ടിക്കാണിക്കുന്നത് വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഫറൂഖ് കോളേജിന് കൈമാറിയ 1950 കൈമാറിയ ഭൂമി അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വീഴ്ച വരുത്തിയെന്ന് മാത്രമല്ല, അത് നിയമവിരുദ്ധമായി വഖഫ് ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായി വിൽപ്പന നടത്തി. ഇതാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാനപ്പെട്ട കാരണമെന്ന് ഈ വഖഫ് സംരക്ഷണ സമിതി അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത്, അത് വാങ്ങിയ ആളുകളുണ്ട്, പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. അവരാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ പ്രധാനപ്പെട്ട ഉത്തരവാദി ഫറൂഖ് കോളേജ് മാനേജ്മെന്റാണ്. അവരെ ഇപ്പോൾ രംഗത്ത് വരേണ്ടതുണ്ട്. അവരെ ഈ തട്ടിപ്പിന് പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ ഈ മാനേജ്മെന്റ് ഇപ്പോൾ ഒളിച്ചു കളിക്കുകയാണ്. അതായത് ഈ വിവാദം ഒക്കെ ഉണ്ടാകുമ്പോഴും പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാതെ അവർ ഒളിച്ചു കളിക്കുകയാണ്. അതിന് രാഷ്ട്രീയക്കാർ അതിന് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. അത് വഖഫ് സംരക്ഷണ സമിതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് മുഫ്തി അല്ലല്ലോ എന്നുള്ള ഒരു വിമർശനം കൂടി ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതി നടത്തുന്നുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെടാൻ ആരാണ് പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയത്? ഇത്തരം നീക്കങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇത്തരം നീക്കങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതൃത്വം അതിന് പിന്തുണ നൽകുകയാണ്, അതിന് ഓശാന പാടുകയാണ് തുടങ്ങിയ വിമർശനവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ ഇതിന്റെ വഖഫ് സംരക്ഷണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മറികടക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന മുന്നോട്ട് വെക്കുന്നത്.